മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരി നൽകി വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ. തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയ പ്രതി കൽപ്പറ്റ സ്വദേശി ജിനാഫിനെ താമരശ്ശേരിയിലെത്തിച്ചു. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പിന് പുറപ്പെട്ടു. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ ചേരുന്നു. റിയാസ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അതിര താമരശ്ശേരിയിൽ ബിരുദ വിദ്യാർത്ഥിനിയായ 18-കാരിയെ ലഹരി നൽകി പീഡിപ്പിച്ച കേസിലാണ് പ്രതി ജിനാഫിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ തമിഴ്നാട്ടിൽ വെച്ചാണ് താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ സത്യനാഥന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. അതിനുശേഷം ഉച്ചയോടുകൂടി താമരശ്ശേരിയിൽ എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രതിയുമായി പോലീസ് താമരശ്ശേരി ചുരത്തിലേക്കും ഒപ്പം വയനാട് കൽപ്പറ്റയിലും ഉള്ള മറ്റു ഭാഗങ്ങളിലേക്കുമായി തെളിവെടുപ്പിനായി പോയിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജിനാഫ് പ്രണയം നടിച്ച് 18-കാരിയെ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ലഹരി നൽകി വിവിധ ഇടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം വ്യാഴാഴ്ച വയനാട് താമരശ്ശേരി ചുരത്തിലെ 9-ാം വളവിൽ പെൺകുട്ടിയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതായത് പെൺകുട്ടി എന്ന് പറയുന്നത് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്വകാര്യ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ്. അവിടെ പെയിങ് ഗസ്റ്റ് ആയിട്ടാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്. ആ വാടക വീട്ടിൽ നിന്നും ചൊവ്വാഴ്ചയാണ് പെൺകുട്ടി വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. എന്നാൽ പെൺകുട്ടി വീട്ടിലേക്കോ കോളേജിലേക്കോ എത്തിയിരുന്നില്ല. തുടർന്ന് വീട്ടുകാർ ഒരു ദിവസം കാത്തിരുന്നു, പെൺകുട്ടിയെ അന്വേഷിച്ചു. തുടർന്ന് കാണാത്തതിനെ തുടർന്ന് താമരശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അത്തരത്തിൽ മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ പെൺകുട്ടിയെ വ്യാഴാഴ്ച താമരശ്ശേരി ചുരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് തന്നെ ലഹരി നൽകി വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പ്രണയം നടിച്ച് ഈ യുവാവ് ജിനാഫ് പീഡിപ്പിച്ചതായി പോലീസിനോട് പെൺകുട്ടി വ്യക്തമാക്കിയത്. എന്നാൽ തുടർന്ന് പോലീസ് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഈ പ്രതി വയനാട്ടിലുണ്ട് എന്നൊരു വിവരത്തെ തുടർന്ന് അവിടേക്ക് പോലീസിന്റെ ഒരു സംഘം എത്തുമ്പോഴേക്കും ജിനാഫ് മുങ്ങിയിരുന്നു. അതിനുശേഷം ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. കോയമ്പത്തൂരിൽ വെച്ചാണ് താമരശ്ശേരി പോലീസിന്റെ പ്രത്യേക സംഘം ഇയാളെ പിടികൂടിയത്. മാത്രമല്ല, പെരുവണ്ണാമൊഴി ഇർഷാദ് വധക്കേസിലെ പിടികിട്ട പുള്ളി കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ജിനാഫ്. ജിനാഫിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ പ്രതിയുമായുള്ള തെളിവെടുപ്പിനായി പുറപ്പെട്ടിരിക്കുകയാണ്. അതിന് ശരി റിയാസ്. കോഴിക്കോട് താമരശ്ശേരി ലഹരി നൽകി വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിലായിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയ പ്രതി കൽപ്പറ്റ സ്വദേശി ജിനാഫിനെ താമരശ്ശേരിയിലെത്തിച്ചു. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പിന് പുറപ്പെട്ടു എന്നാണ് റിയാസ് നൽകുന്ന വിവരം.